നമസ്കാരം. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പ്രമുഖരായ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയെല്ലാം തന്നെ വധിച്ചിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത ഇര ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ആയിരിക്കും എന്നാണ്. ഖമേനിയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് അമേരിക്കയും ഇസ്രായേലൊക്കെ തന്നെ നേരത്തെയും പരാതിപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത അവരുടെ ലക്ഷ്യം ഖമേനി തന്നെയാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയർന്നത്. ഇതിനുള്ള മറുപടിയും പിന്നീട് ലഭിച്ചിരുന്നു. അമേരിക്ക ഇക്കാര്യം എതിർത്തിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഖമേനിയെ ഇസ്രായേൽ വധിക്കാത്തത് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ തീരുമാനം വീറ്റോ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. വൈറ്റ് ഹൗസിലെ 2 ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞത് താൻ ഇറാൻ ആക്രമിക്കുന്ന കാര്യം ട്രംപിനെ ധരിപ്പിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഈ മറുപടിക്ക് തൊട്ട് പിന്നാലെ അവതാരകൻ ഒരു ചോദ്യം നെതന്യാഹുവിനോട് ചോദിച്ചു. അമേരിക്ക ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണല്ലോ ആദ്യമായി പരസ്യമായി പറഞ്ഞിരുന്നത്, അമേരിക്കയുടെ അനുമതി ഇല്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ താങ്കൾ അമേരിക്കയുടെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ നയപരമായ ഉരുണ്ടുകളി നടത്തുകയാണോ എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചപ്പോൾ നെതന്യാഹു പറഞ്ഞത് അമേരിക്കയ്ക്ക് അവരുടേതായ അഭിപ്രായങ്ങളും ന്യായങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ അക്കാര്യത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. ഇത് ഞങ്ങളുടെ കാര്യം എന്നുള്ള നിലയിൽ ഇസ്രായേൽ എടുത്ത തീരുമാനം തന്നെയാണ്. അമേരിക്കയ്ക്ക് തീർച്ചയായും അവരുടെ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ കാര്യത്തിലും അവർക്ക് തീരുമാനം എടുക്കുകയും ചെയ്യാം എന്നാണ് നെതന്യാഹു ഇതിന് മറുപടി പറഞ്ഞത്. അതേസമയം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ട്രംപിൻ്റെ ഉറ്റ അനുയായികൾക്കിടയിലും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ്. റിപ്പബ്ലിക്കൻസ് ഒരു വിഭാഗം വാദിക്കുന്നത് അമേരിക്കൻ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നും ഇറാനെ പാഠം പഠിപ്പിക്കണം എന്നുമാണ്. എന്നാൽ അവരിലെ തന്നെ വലിയൊരു വിഭാഗം വാദിക്കുന്നത് അങ്ങനെ ചെയ്യരുത് എന്നാണ്. ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഒരു അമേരിക്കക്കാരൻ പോലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിലെ ഒരു വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇറാൻ ആക്രമിക്കണം എന്ന നിലപാടുകാരായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തൽക്കാലത്തേക്ക് ഇത്തരം കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹവും സ്വീകരിച്ചത്. മാത്രമല്ല, ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് താൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടിയന്തരമായി ചെയ്യുന്ന 2 കാര്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഇറാനും ഇസ്രായേലും അതല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് പരിഹാരം കാണുമെന്നും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ 6 മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് ട്രംപിനെ ശരിക്കും അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ക്ഷമയോടുകൂടി കാത്തിരുന്ന് കാണാനാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു നീക്കം. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ പിന്നെ യുദ്ധത്തിൻ്റെ അവസ്ഥ മാറും എന്ന്. ഇറാൻ്റെ കാര്യത്തിൽ തങ്ങൾ പിൻവാങ്ങിയിരിക്കുന്നതല്ല, ഞങ്ങൾ വീക്ഷിക്കുകയാണ് കാര്യങ്ങൾ, അമേരിക്ക ആക്രമിക്കാൻ വരണമെങ്കിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ഭീഷണി മുഴക്കിയിരുന്നു, ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ UK, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ തങ്ങളുടെ രാജ്യത്തിന് ചുറ്റുമുള്ള അത് ഗൾഫ് മേഖലയിലുള്ള താവളങ്ങളെല്ലാം തന്നെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഖമേനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും.